ഹലോ ഫ്രണ്ട്സ്, ജിൻഡോയാണേ. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ വരുവാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ കൊടുക്കുമ്പോഴും കുട്ടികൾ പട്ടുപാവാടയൊക്കെ ഇടുമ്പോഴൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് മുല്ലപ്പൂവ്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ മുല്ലപ്പൂ എന്നധികം കിട്ടാനൊന്നുമില്ല. അപ്പോൾ എളുപ്പ വഴിക്ക് നമ്മളെങ്ങനെ മുല്ലപ്പൂ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യത്തെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, ഈ വലിപ്പത്തിൽ മുറിക്കുക. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ കണ്ടിക്കുക. എന്നിട്ട് ഇങ്ങനെ നിവർത്തി ഇങ്ങനെ കൂട്ടിയെടുക്കുക. എന്നിട്ട് സെൻറ്റർ ഭാഗം ഒന്ന് പിരിച്ചു വയ്ക്കുക. ഇനി നമ്മുടെ കയ്യിൽ ക്രയോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ഗ്രീൻ കളർ ക്രയോൺസ് വെച്ചിട്ട് സെൻറ്റർ ഭാഗം ഒന്ന് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു തണ്ടുമായി അതിൻ്റെ പൂവായി. ഇത് ഇങ്ങനെ കണ്ടാൽ രസമൊന്നും തോന്നില്ല. ഇത് കുറേ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാലയാക്കി എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ കുറേ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു സൂചി നൂലെടുക്കുക, അതിലേക്ക് ഇത് ഇങ്ങനെ കോർക്കുക. അപ്പോൾ കോർത്ത് നൂല് നിറഞ്ഞു കേട്ടോ. നൂല് തീർന്നു പോയി. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിവിടെ വിടാം. ഏതാണ്ടൊരു അരമുഴം മുല്ലപ്പൂ, ഫേക്ക് മുല്ലപ്പൂ റെഡി ആയിട്ടുണ്ടേ. നമുക്കിതിനി കുഞ്ഞുൻ്റെ തലയിൽ നിന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, മുല്ലപ്പൂ ഒക്കെ ഇട്ട് കുഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പെട്ടെന്നുണ്ടാക്കിയൊരു മുല്ലപ്പൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.